ഇന്ന് ഞങ്ങളുടെ ഒരു കിച്ചൺ ഗാർഡൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് വെള്ളക്കാന്താരി മമ്മി വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ചാക്കിലാണ് കേട്ടോ വെച്ചേക്കണേ. കുറേ മുളക് തന്നിട്ടുണ്ട് ഇതിനകം. അപ്പോൾ ഇത് ഒരു കൊല്ലത്തോളമൊക്കെ ആയിട്ടോ ഈ മുളക് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ ഇതിൻ്റെ പരിപാലനമൊക്കെ മമ്മിയാണ് ചെയ്യണേ കേട്ടോ. പിന്നെ അതേ കുറേ വേപ്പുണ്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങയാണ് കേട്ടോ. ഇത് കുറേ വഴുതനങ്ങ തന്നു കഴിഞ്ഞു. ഇതിന് മടുത്തു തുടങ്ങി. ഇപ്പം ഞങ്ങൾക്കും മടുത്തു വഴുതനങ്ങ തിന്ന് കുറേ ആയി തരഞ്ഞു. എന്നാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ കുഞ്ഞിതൊക്കെ ആയിട്ട്. ഈ വേപ്പിലേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇത് ചേട്ടൻ എനിക്ക് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് വേപ്പില. അതിങ്ങനെ നട്ട് വലുതായി വരുന്നുണ്ട് നന്നായിട്ട്. ഇത് പിന്നെ അതേ കുറച്ച് മുളകും ഉള്ളിയൊക്കെ നട്ടേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ അഗസ്ത്യച്ചീര ഞാൻ മണ്ണുത്തി പോയപ്പോൾ വാങ്ങി വെച്ചതാണ്. ഇതിൻ്റെ ഇല ഒന്നും കാണാനില്ല, ഒക്കെ പുഴുക്കൾ വന്ന് തിന്നു. അപ്പോൾ ആ തണ്ട് മാത്രം നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും തളിരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പ്ലാവ് നമ്മുടെ ആയുർജാക്കാണ്. 4 കൊല്ലമായിട്ട് ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഇതേ നിറയെ പ്ലാവിൽ ഇങ്ങനെ ചക്ക കുഞ്ഞിതായി ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതും എനിക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ ഈ പ്ലാവും പിന്നെ അതുപോലെ തന്നെ ഈ വേപ്പും കൂടി എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇപ്പം ഞങ്ങൾ ഓരോ ചെടികൾ ഇങ്ങനെ വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ 2ാമത്തെ കൊല്ലം വെച്ച പ്ലാവാണ്. അപ്പോൾ അതേ ഇതും ഈ കൊല്ലം കേട്ടോ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. ഞങ്ങളുടെ ഇവിടെ പ്ലാവില്ല. അപ്പം ഇങ്ങനെ ചക്കയൊക്കെ ഉണ്ടായി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതേ വേപ്പുകൾ കുറേ ഉണ്ട്, അതും ഇങ്ങനെ പൊട്ടി മുളച്ചുണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ ഇരുമ്പം പുളി, നല്ല പുളിയാണ്, നമുക്ക് മീനിലൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പയ്ക്കാണ് കേട്ടോ. ഇലയൊക്കെ ഇങ്ങനെ പുഴു തിന്നിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഇതും ഒരു ഇതിന് ഞാൻ വാങ്ങി വെച്ചതാണ്. പിന്നെ ദേ ഇത് മമ്മിയുടെ പച്ചമുളകാണ്. അതേതുമൊക്കെ നല്ലോണം വലുതായി പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് ഈ കൊല്ലത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വെച്ച അമ്പഴമാണ് കേട്ടോ. നമ്മുടെ മധുരമ്പഴമാണ്. പിന്നെ അതേ മൾബറി, ഇതുമേയും കായൊക്കെ ഉണ്ടായി. ഇതും ഇങ്ങനെ ഓരോ കൊല്ലങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഈ വെണ്ടയൊക്കെ ഞാൻ ഒരു ദിവസം മണ്ണൂത്തിയിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ചുവന്ന വെണ്ടയും പിന്നെ നമ്മുടെ സാധാ പച്ച കളറിലുള്ളതാണ്. അപ്പോൾ അതുമൊക്കെ ഇങ്ങനെ അതേ കായായി.